സൗഖ്യത്തിനായി. ഈ പ്രാർത്ഥന മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നായ സൗഖ്യത്തെ ആധാരമാക്കിയാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദനകൾ അനുഭവിക്കുന്ന ഓരോ മനുഷ്യനെയും കരുണാമയിയായ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ അപേക്ഷയാണിത്. കരുണാമയിയായ മാതാവേ എന്ന വിളിപ്പേരോടെ പ്രാർത്ഥന ആരംഭിക്കുന്നത് മറിയം ഒരു ദൂരസ്ഥയായ ദൈവീക വ്യക്തിയല്ല, മറിച്ച് മക്കളുടെ വേദന മനസ്സിലാക്കി കരുണയോട് സമീപിക്കുന്ന ഒരു അമ്മയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ വേദന സഹിക്കാതെ അവനെ ചേർത്ത് പിടിക്കുന്നത് പോലെ നമ്മുടെ വേദനകളിലും ദുഃഖങ്ങളിലും മറിയം നമ്മോടൊപ്പം ഉണ്ടെന്ന വിശ്വാസമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ ശരീരവേദനയും മനോവേദനയും ഒരുപോലെ ഉൾക്കൊള്ളുന്നു. പലപ്പോഴും ശരീരത്തിലെ രോഗങ്ങളെ നാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലെ വേദനകൾ അവഗണിക്കപ്പെടുന്നു. എന്നാൽ ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് ദൈവദൃഷ്ടിയിൽ രണ്ടും ഒരുപോലെ പ്രധാനമാണെന്ന സത്യമാണ്. രോഗം, വിഷാദം, ഭയം, ഒറ്റപ്പെടൽ, ആശങ്ക തുടങ്ങിയവ അനുഭവിക്കുന്ന എല്ലാവരെയും മറിയത്തിൻ്റെ സ്നേഹസ്പർശത്തിലേക്ക് ഏൽപ്പിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും എന്ന അപേക്ഷയിലൂടെ യേശുവിൻ്റെ സൗഖ്യശക്തി മറിയത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ ലോകത്തിലേക്ക് ഒഴുകണമെന്ന ആഗ്രഹമാണ് പ്രകടമാക്കുന്നത്. ശാരീരിക രോഗങ്ങൾ മാത്രമല്ല, ആത്മീയമായ രോഗങ്ങളും സൗഖ്യമാകണമെന്ന അഭ്യർത്ഥന ഇതിൽ അടങ്ങിയിരിക്കുന്നു. ദുഃഖിതർക്ക് ആശ്വാസവും എന്ന വാക്കുകൾ നഷ്ടങ്ങൾ അനുഭവിച്ചവരെയും കണ്ണീർ നിറഞ്ഞ ഹൃദയങ്ങളെയും ഓർക്കുന്നു. മനുഷ്യന് എല്ലാ പ്രശ്നങ്ങൾക്കും ഉടൻ പരിഹാരം കിട്ടണമെന്നില്ല. എന്നാൽ ആശ്വാസം ലഭിക്കുമ്പോൾ വേദന സഹിക്കാനുള്ള ശക്തി ലഭിക്കുന്നു. മറിയത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ആ ആശ്വാസം. തളർന്നവർക്ക് ശക്തിയും തരണമേ എന്ന അപേക്ഷ ജീവിത ഭാരത്തിൽ തളർന്നു പോയവരെ ഉയർത്തുന്ന ഒരു പ്രത്യാശയാണ്. ശാരീരികമായി മാത്രമല്ല, ആത്മീയമായും മാനസികമായും ക്ഷീണിച്ചവർക്കും പുതുശക്തി ലഭിക്കണമെന്ന പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് ആമീൻ എന്ന ഉറച്ച വിശ്വാസ പ്രഖ്യാപനത്തോടെയാണ്. ദൈവം കേൾക്കുന്നു, മറിയം മധ്യസ്ഥത വഹിക്കുന്നു, സൗഖ്യം ദൈവത്തിൻ്റെ സമയത്ത് ഉറപ്പായും ലഭിക്കുമെന്ന വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ഈ പ്രാർത്ഥന നമുക്ക് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കാനും വേദന അനുഭവിക്കുന്നവരോടൊപ്പം കരുണയോടെ നിൽക്കാനും പഠിപ്പിക്കുന്ന ഒരു ആത്മീയ പാഠവുമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.